മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് എന്ന് പറഞ്ഞാൽ ഇത് ഫ്യൂച്ചർ ചാർട്ടാണ്. 51,337, 51,556 ഈ ലെവലിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഇപ്പോൾ 15 മിനിറ്റ് 20 മിനിറ്റ് ആവാനായി. ഏകദേശം അപ്പ് സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ഇനീഷ്യൽ പ്ലാന് ഡൗൺ സൈഡിലേക്കാണ്. അതുപോലെ നിഫ്റ്റിയിലാണെങ്കിലും ഒരു അപ്പ് സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. 23,725 ഉണ്ട്. അതിൻ്റെ മുകളിൽ 23,993 ഉണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ഡൗൺ സൈഡിലേക്കായിരിക്കും ഇന്ന് പ്ലാൻ ചെയ്യുക. അതിനനുസരിച്ച് ഒരു അപ്പ് സൈഡ് ലിക്വിഡിറ്റി ഏരിയയിലേക്കാണ് മാർക്കറ്റ് ഇന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് എൻട്രി മിക്കവാറും ഡൗൺ സൈഡ് എൻട്രി ആയിരിക്കും മിക്കവാറും ഞാൻ പരിഗണിക്കുക. ഞാനത് അപ്ഡേറ്റ് ചെയ്യാം. സമയം 10:37 ആയിട്ട് ഞാൻ ഒരു ഡൗൺ സൈഡ് എൻട്രി പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഇന്ന് ഒരു ഹയർ ടൈം ഫ്രെയിം 5 മിനിറ്റ്സിൽ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഒരു എൻട്രി പ്ലാൻ ചെയ്യുന്നത്. ഇന്നത്തെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത ഏരിയ എന്നുള്ള എൻട്രിയാണ് ഫസ്റ്റത്തെ ട്രേഡ്. നമ്മൾ പ്രീവിയസ് ഡേയിലെ മാർക്കിംഗ് അനുസരിച്ച് എൻട്രി എൻ്റെ മുന്നത്തിനാണെന്ന് ബൈ ചെയ്യാം. ഓക്കെ, ഒരു പുട്ട് ഓപ്ഷൻ നമുക്ക് ബൈ ചെയ്യാം. 23,800 പുട്ട് ഓപ്ഷനാണ് ഞാൻ ബൈ ചെയ്യുന്നത്. 92.53 ആണ് എൻട്രി വന്നത്. 6 പോയിൻറ്റ്സ് ആണ് SL. അതായത് 2,000 റുപ്പീസ് ആയിരിക്കും ഈ ട്രേഡിൽ ലോസ് വരികയാണെങ്കിൽ നമുക്ക് വരാം. ഇനി ഇൻ കേസ് മാർക്കറ്റ് താഴേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല ടാർഗറ്റ് ഉണ്ട്. 1:6-7 ഒക്കെ ടാർഗറ്റ് ഉണ്ട്. നോക്കാം നമുക്ക്. 1:6 ഒക്കെ എന്തായാലും കിട്ടാൻ ചാൻസ് ഉണ്ട് ആ ഒരു ഏരിയയിലേക്ക് ടാർഗറ്റ് അടിച്ചാൽ. പക്ഷെ ഇല്ല, താഴേക്ക് തന്നെ വരുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. മാർക്കറ്റ് മുകളിലേക്ക് തന്നെ. ഏതായാലും മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോയി SL അടിക്കുകയാണെങ്കിലും ഞാനൊരു അറ്റംപ്റ്റ് കൂടി ചെയ്യും കേട്ടോ താഴേക്ക് തന്നെ. കാരണം മാർക്കറ്റ് പ്രീവിയസ് ഡേയിൽ ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഓൾറെഡി എടുത്തിട്ട് മാർക്കറ്റ് നിന്നതാണ്. പിന്നെയും ഇന്നൊരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ ഏരിയ നിർത്തുന്നത്. ഇനിയിപ്പം മാർക്കറ്റ് ഇതിൽ SL അടിക്കുകയാണെങ്കിലോ ടാർഗറ്റ് അടിക്കുകയാണെങ്കിലോ പ്രീവിയസ് ഡേയിലെ ലിക്വിഡിറ്റി ഏരിയയിലേക്ക് എത്തുകയാണെങ്കിൽ ഞാൻ ഒന്നുകൂടി ട്രേഡ് ചെയ്യും. അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ ഒരു ഓപ്പർച്യൂണിറ്റി തരികയാണെങ്കിൽ ഞാനൊരു ട്രേഡും കൂടെ എടുക്കും സെയിം ഡയറക്ഷനിൽ. അപ്പ് സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തുകൊണ്ട് ഡൗൺ സൈഡിലേക്ക് തന്നെ ട്രേഡ് ഞാൻ ഒന്നുകൂടെ ചെയ്യും. ഇനിയല്ല മാർക്കറ്റ് ഇന്നത്തെ ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് അവിടുന്ന് അപ്പ് സൈഡിലേക്കും നോക്കാൻ പറ്റിയൊരു ഏരിയ ഉണ്ട്. അതാണ് ആദ്യം അതായത് ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ മുകളിലേക്ക് നോക്കാം. ഇനിയിപ്പോൾ ഇൻ കേസ് SL അടിക്കുകയാണെങ്കിൽ ഒരു അറ്റംപ്റ്റ് കൂടി താഴേക്ക് ഞാൻ നോക്കും. അതാണ് എൻ്റെ പ്ലാന്. ഏതായാലും എനിക്ക് തോന്നുന്നില്ല മാർക്കറ്റ് ഒരു പുട്ട് ഓപ്ഷൻ അങ്ങനെ അങ്ങോട്ട് ഇതാവണില്ല. നോക്കാം, ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട് കേട്ടോ. സ്റ്റോപ്പ് ലോസ് പെട്ടെന്ന് 3 മിനിറ്റ് കൊണ്ട് തന്നെ ട്രേഡ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ട്രേഡ് എടുത്ത് 3 മിനിറ്റ് കൊണ്ട് തന്നെ ഞാൻ താഴേക്ക് തന്നെ ആയിരുന്നു പ്രതീക്ഷ. ശേഷം മുകളിലേക്ക് പോയി 92 എൻട്രി എടുത്ത് 86 SL അടിച്ചു. 2,000 റുപ്പീസ് ലോസ് വന്നിട്ടുണ്ട്. എൻ്റെ പ്ലാന് താഴേക്ക് തന്നെയായിരുന്നു. പക്ഷേ മുകളിലേക്ക് പോയി മാർക്കറ്റ്. ഞാൻ എടുക്കാൻ കാരണം ഒരുപാട് റീസൺസ് ഉണ്ടെന്ന്, 2-3 റീസൺസ് ഉണ്ട്. മാർക്കറ്റ് താഴേക്ക് തന്നെ എനിക്ക് നല്ലൊരു വ്യൂ വരാൻ കാരണം നിഫ്റ്റിയിലായാലും ബാങ്കിലാക്കാലും ഒരു 50 മിനിറ്റ്സിൻ്റെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്ത്. ഇപ്പോൾ ഈവൻ നിഫ്റ്റിയിലായാലും ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലേക്ക് പോകുന്നുണ്ട്. ഇന്നുണ്ടാക്കിയോ പ്രീവിയസ് ഡേയിൽ ഹയർ ടൈം ഫ്രെയിമിലും ട്രെൻഡ് ലൈനും ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഒരു ചെറുതായിട്ട് താഴേക്കും വരാനൊരു പ്രോബബിലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആളുകളൊക്കെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ അപ്പ് സൈഡിലേക്ക് കയറുന്ന ആളുകളൊക്കെ സ്റ്റോപ്പ് ലോസ് അടിക്കാൻ വേണ്ടി താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനൊരു ട്രേഡ് നോക്കാം. ഇനി ഒരു അവസരം വരുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, താഴേക്ക് തന്നെ ആയിരിക്കും പ്ലാൻ ചെയ്യുന്നത്. ഇൻ കേസ് മാർക്കറ്റ് നേരെ താഴെ വരികയാണെങ്കിൽ ഏറ്റവും ഡൗൺ ഇന്നത്തെ ലോ എടുക്കുകയാണെങ്കിൽ മുകളിലേക്ക് നോക്കാം നമുക്ക്. അല്ലെങ്കിൽ താഴേക്ക് തന്നെ ആയിരിക്കും എൻ്റെ ട്രേഡ്. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സമയം 11 മണിയായി. ഞാൻ ഒരു അഗെയിൻ ഡൗൺ സൈഡ് ട്രേഡ് നോക്കാം. 23,850 എടുക്കാം നമുക്ക് ഇപ്രാവശ്യം. സ്റ്റോപ്പ് ലോസ് 6 പോയിൻറ്റ്സ് തന്നെയാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ലിക്വിഡിറ്റി ഏരിയ എത്തുമ്പോൾ ഞാൻ ട്രേഡ് എടുക്കാനുള്ള റീസൺ ഇത് തന്നെയാണ്. പ്രീവിയസ് ഡേയിലെ മാർക്കിംഗ് പിന്നെ ഒരു ഹയർ ടൈം ഫ്രെയിം ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം താഴെ ബൈ ചെയ്യാം. താഴേക്ക് വരുന്നുള്ള എൻ്റെ വ്യൂ. അത് വെച്ചിട്ട് തന്നെയാണ് ട്രേഡ് എടുത്തത്. 87 എൻട്രി ഉണ്ട്. സ്റ്റോപ്പ് ലോസ് 6 പോയിൻറ്റ്സ്. ഒരുപാട് റീസൺ ഉണ്ട്. ഇന്ന് രാവിലെ തന്നെ ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എടുത്തതാണ്. ആ ഒരു ട്രേഡ് എടുത്ത ഇന്നത്തെ ടൈം ഫ്രെയിമിലുള്ള 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി എടുത്തിട്ടാണ് ഫസ്റ്റ് ട്രേഡ് എടുത്തത്. അതുകൊണ്ട് പ്രീവിയസ് ഡേൻ്റെ ഞാൻ ഒന്നുകൂടി അറ്റംപ്റ്റ് ചെയ്യാന്നുള്ളൂ. ഞാൻ നോർമലി പ്രീവിയസ് ഡേൻ്റെ ഒരു ട്രേഡ് എടുക്കും. അതിന് ശേഷം ഇന്ന് ക്രിയേറ്റ് ചെയ്യുന്ന പ്രൈസ് ആക്ഷനിൽ എടുക്കുക. പക്ഷേ ഇന്ന് ആദ്യം തന്നെ കിട്ടിയത് ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു ലിക്വിഡിറ്റി ഏരിയ എന്നാണ് ട്രേഡ് കിട്ടിയത്. അത് SL അടിച്ചു. രണ്ടാമത് പ്രീവിയസ് ഡേൻ്റെ ലിക്വിഡിറ്റി എടുത്ത് വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോകണം. അതുപോലെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് അറിയാലോ. ഹയർ ടൈം ഫ്രെയിം ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ട്രേഡേഴ്സ് എന്താ ചെയ്യുക, ഇപ്പോൾ സ്റ്റോക്ക് ആണെങ്കിലും എന്താണെങ്കിലും അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളാണെങ്കിലും അപ്പ് സൈഡിലേക്കായിരിക്കും ബ്രേക്ക് ഔട്ട് ട്രേഡേഴ്സ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ താഴേക്കുള്ള ഒരു ട്രേഡാണ് പ്ലാൻ ചെയ്യുക. വളരെ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട്. ഇതൊരു 5 മിനിറ്റ്സ് ഇന്ത്യയാണ് ലിക്വിഡിറ്റിയിലേക്ക് ടാപ്പ് ചെയ്യാൻ വേണ്ടി ടാർഗറ്റ് വെച്ചാൽ പോലും നല്ല പോയിന്റ് ഉണ്ട്. ഓൾമോസ്റ്റ് 1:8 ഒക്കെ കിട്ടും സുഖമായിട്ട് ഒരു മൊമെൻ്റ് ഉണ്ടെങ്കിൽ. ഇനി അല്ലെങ്കിൽ ട്രെയിൽ ചെയ്യാം നമുക്ക്. അതായത് ടാർഗറ്റ് വരികയാണെങ്കിൽ ഇന്നത്തെ ഡേ ലോയിലേക്ക് ടാർഗറ്റ് മാറ്റാം. ഒരു 1:5 എബോവ് ആയി കഴിഞ്ഞാൽ കോസ്റ്റ് പ്രൈസിലേക്ക് മാറ്റി കൊടുക്കാം.
എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ട്രെയിൽ ചെയ്തിട്ട് ഇന്നത്തെ ഡേയിലോ ടാർഗറ്റ് ആക്കി വെക്കാം. ആ രീതിയാണ് ഇപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. 1:5 സുഖമായിട്ട് അടിക്കും. നമ്മുടെ ടാർഗറ്റ് എത്തിക്കഴിഞ്ഞാൽ 1:8 ഒക്കെ ആവും. അപ്പോൾ നമുക്ക് 1:1 വേണമെങ്കിൽ 1-ലേക്കൊക്കെ വെച്ച് കൊടുക്കാം. അതായത് ലോസ് ഇല്ല, പിന്നെ ചെറിയൊരു 6 പോയിൻറ്റ്സ് പ്രോഫിറ്റ് രീതിയിലേക്ക് വെച്ച് കൊടുക്കാം ടാർഗറ്റിലേക്ക് വരികയാണെങ്കിൽ. ഇനി ഇൻ കേസ് മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോകുകയാണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ട്രേഡും SL അടിച്ച് കഴിഞ്ഞാൽ പിന്നെ പണിയിട്ട് പോകും. അതിന് വേറെയൊരു സീനുണ്ട് അവിടെ അല്ലേ. 23,900 എന്നുള്ള കറക്റ്റ് ഏരിയയിലാണ് നിഫ്റ്റിൻ്റെ ഫ്യൂച്ചർ നിൽക്കുന്നത്. ആ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം നിഫ്റ്റിൻ്റെ ഫ്യൂച്ചർ ചാർട്ടാണ്. എക്സാക്ട്ലി ആ ഒരു ഏരിയയിൽ ഇങ്ങനെ നിന്ന് താഴേക്ക് വരികയാണ്. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ മുകളിലുള്ള ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണെന്നും അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഒന്നും കൂടി സ്പൈക്ക് ചെയ്ത് മുകളിൽ പോകുകയാണെങ്കിൽ നമ്മുടെ SL അടിക്കും ചെയ്യുന്ന എനിക്ക് തോന്നുന്നത്. SL അടിക്കുമെന്ന് അറിയില്ല, അത്രത്തോളം സ്പൈക്ക് വരുന്നുണ്ട്, അതിനനുസരിച്ചായിരിക്കും. ഇപ്പോൾ 23,880 ഒരു 20 പോയിൻറ്റ്സ് ഒക്കെ മുകളിൽ പോകുകയാണെങ്കിൽ പറയാൻ പറ്റില്ല. പ്രീമിയത്തിൻ്റെ കാര്യം നമുക്ക് അങ്ങനെ അങ്ങോട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം പ്രീമിയം ചില സമയത്ത് DK പോലെ സ്പൈക്ക് വരാം. അതൊക്കെ ഗാമ പല കാര്യങ്ങൾ കൊണ്ടും നമുക്ക് പിടുത്തം കിട്ടില്ല അധിക സമയങ്ങളിലും. ഫ്യൂച്ചറിലൊക്കെ ട്രേഡ് ചെയ്യണ പോലെ അല്ല. ഏതായാലും ഇപ്പോൾ പ്രോഫിറ്റിലാണ്, ഇപ്പോൾ അത്യാവശ്യം വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് താഴേക്ക് തന്നെ വന്ന് ടാർഗറ്റ് അടിക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഈ ട്രേഡിൽ SL അടിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ട്രേഡ് ഒന്നും ചെയ്യണ്ടല്ലേ, 2 ട്രേഡ് ആക്കാം. 2 ട്രേഡ് നോക്കാം. അല്ലെങ്കിൽ പിന്നെ 23,900 ബ്രേക്ക് ചെയ്ത് സ്പൈക്ക് ചെയ്യണമെങ്കിൽ ഒരു ട്രേഡ് കൂടി അപ്പോൾ തന്നെ ഞാൻ എടുക്കും അഗ്രസീവ്. പക്ഷേ ആ മൂന്നാമത്തെ ട്രേഡ് ചെയ്യുമ്പോൾ ഞാൻ 1:1 ആയി തന്നെ കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കും. അങ്ങനെയുള്ള ട്രേഡായിരിക്കും. കാരണം അറിയാമല്ലോ, ഞാൻ മൂന്നാമത്തെ ട്രേഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു 1:1 അല്ലെങ്കിൽ 1:2 അല്ലെങ്കിൽ ചെറിയ സ്വിംഗ് ലോയൊക്കെ എടുക്കുമ്പോഴേക്ക് തന്നെ കോസ്റ്റിലേക്ക് വെക്കുന്ന രീതിയാണ്. കാരണം മാക്സിമം ലോസ് വരികയാണെങ്കിൽ 4,000 സംതിങ് നമുക്ക് ലോസിൽ കവർ ചെയ്യണം ഒരു ദിവസം എന്നുള്ളതാണ്. അഥവാ മൂന്നാമത്തെ നമ്മളൊരു പ്രതീക്ഷയിൽ ഒരു ട്രേഡ് എടുത്തിട്ട് അത് ടാർഗറ്റിലേക്ക് പോകുകയാണെങ്കിൽ അത് കിട്ടും ചെയ്യട്ടെ എന്നുള്ളതാണ് ആ മൂന്നാമത്തെ ട്രേഡ്. അല്ലെങ്കിൽ 2 ട്രേഡ്സിൽ നിർത്തലാണ് പൊതുവേ. വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും. ഏതായാലും ഈ ട്രേഡ് പ്രോഫിറ്റൊക്കെ പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ 23,900 മുകളിൽ ജസ്റ്റ് CP ഒന്നും അറിയില്ല. CP ആണെങ്കിൽ മിക്കവാറും നമ്മളെ പരിപാടി തീരുത്. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നമ്മളെ രണ്ടാമത്തെ അവസരവും പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. 11:30 ആയിട്ടുള്ളൂ. നമ്മൾ 2 ട്രേഡ് കഴിഞ്ഞു അല്ലേ. 2ലും ലോസ്. 81-ന് SL അടിച്ചു. 87 എൻട്രി, 81-ന് SL അടിച്ചു. എന്താ ചെയ്യുക? അപ്പോൾ പ്രീമിയം SL അടിച്ചിട്ട് വന്ന് പറഞ്ഞ മാതിരി ഫ്യൂച്ചർ ചാർട്ടിൽ 900-ൻ്റെ മുകളിലേക്കൊക്കെ പോയിട്ടുണ്ട്. ഉണ്ടോ ഫ്യൂച്ചർ ചാർട്ടിൽ 900 23,900-ൻ്റെ ജസ്റ്റ് മുകളിൽ പോയിട്ട് സ്വീപ്പ് അടിച്ചിട്ടുണ്ട്. ഒരു എൻട്രി കൂടി എടുത്താലോ? ലാസ്റ്റത്തെ എൻട്രി ട്രേഡ് ചെയ്യണോ വേണ്ടയോ ഒന്നും കൂടി എടുക്കുക. പക്ഷെ പ്രീമിയം പറഞ്ഞു പോയില്ലേ. 81-ന് SL അടിച്ച്. SL അടിച്ചിട്ട് വരുന്നുണ്ടോ? ഒരു എൻട്രി എടുക്കാം, അതെനിക്ക് തോന്നുന്നത്. മാർക്കറ്റിൻ്റെ കളി കണ്ടിട്ട്, കാരണം ഒരു മൊമെൻറ്റം മീൻസ് കുറഞ്ഞ പോലെ ഫ്യൂച്ചർ ഒരു എൻട്രി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് 11:33 ഒരു 2 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ എൻട്രി എടുത്ത് SL അടിച്ച് ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ഫ്യൂച്ചർ ഒന്ന് സ്വീപ്പ് ചെയ്ത സമയത്ത്. പക്ഷേ പ്രീമിയം കുറച്ചും കൂടി ഒരു ഇതിലാണ് കിട്ടിപ്പോയത്. പിന്നെ ഉടനെ സഡനായിട്ടുള്ള എൻട്രി എടുത്തത്. ആ ട്രേഡ് ചെറിയൊരു പ്രോഫിറ്റ് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. നമ്മളൊരു ഇതിലായി കഴിഞ്ഞാൽ ഞാൻ കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കും കേട്ടോ. 1:1 ആയാൽ തന്നെ ഞാൻ കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കും. കാരണം അതൊരു പെട്ടെന്ന് നമ്മൾ മൂന്നാമത്തെ ട്രേഡ് SL അടിച്ച് ഉടനെ ഒന്നും എടുക്കില്ല. കാരണം എന്താ പറയുക, ഭയങ്കര എക്സ്പെക്റ്റേഷൻ ഉണ്ട് താഴേക്ക് വരും എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് 1:1 ഒക്കെ ആയിട്ടുണ്ട് ട്രേഡിൽ. ഇവിടെ ഒരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഉണ്ട്. അറ്റ്ലീസ്റ്റ് അത് എത്തിക്കഴിഞ്ഞാൽ എന്തായാലും കോസ്റ്റിലേക്ക് വെക്കും. അല്ല, അതിന് മുമ്പ് തന്നെ വെക്കും ഞാൻ. 1:1 ആയിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെക്കാം. മാർക്കറ്റ് താഴേക്ക് വരാൻ സമയമായിട്ടുണ്ട് കേട്ടോ. ഓർഡർ ടൈമൊക്കെ കൂടെ കാണാൻ നിങ്ങൾക്ക്. 11:31-ന് എൻട്രി എടുത്ത് 11:84 എൻട്രി കിട്ടിയത്. അതിപ്പോൾ നമുക്ക് പ്രോഫിറ്റിലായതുകൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്യാം, 84.90 വെച്ച് കൊടുക്കാം. 84.80-ന് എൻട്രി കിട്ടിയത്. 2 ഓർഡർ ആയിട്ടാണ് വന്നത്. കാരണം അത് ഓൾമോസ്റ്റ് ഇപ്പം 89-90 എത്തിയിട്ടുണ്ട്. 6 പോയിൻ്റൊക്കെ സുഖമായിട്ട് കൂടിയിട്ടുണ്ട് നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം. 90-91 വരെയൊക്കെ വന്നിട്ടുണ്ട്. ഏതായാലും നോക്കാം, നമുക്ക് എന്താ അവസ്ഥ നോക്കാം. ഞാൻ പ്രതീക്ഷകളാണ്, നല്ല പ്രതീക്ഷയാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഏതായാലും ഈ ട്രേഡിൽ SL അടിക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നത്തെ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യും. ഇനിയിപ്പോൾ ഇൻ കേസ് ടാർഗറ്റിലേക്ക് വരികയാണെങ്കിൽ ടാർഗറ്റിൽ അടിച്ചാലും ഒന്ന് ഫുൾ സ്റ്റോപ്പ് ചെയ്യും. കാരണം ഇന്നത്തെ
ഡേലോ ടാർഗറ്റ് വെക്കണ്ട, ഡേലോൻ്റെ മുകളിലുള്ള ഏതെങ്കിലും 5 മിനിറ്റ്സ് ഐഡീസ് തൊട്ട് മുകളിലുള്ള ഏതെങ്കിലും വെക്കാം. എന്നാലും നല്ല പോലെ 1:10 സുഖമായിട്ട് കിട്ടാനുള്ള ഏരിയ ഉണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് തന്നെ. വലിയ ടാർഗറ്റ് 23,700 സംതിങ്ങിലൊക്കെ ആ റേഞ്ചിലൊക്കെ ടാർഗറ്റ് വെക്കാം നമുക്ക്. അങ്ങനെയൊക്കെ ഉണ്ടോ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു പ്രീമിയത്തിൻ്റെ മൊമെൻറ്റം കണ്ടിട്ട് എനിക്കാണ് തോന്നുന്നത്. അതായത് ഫ്യൂച്ചർ ചാർട്ടും സ്പോട്ട് ചാർട്ടും നേരത്തെ പോയാൽ മതില്ല. ഫ്യൂച്ചർ ഒരു പതുങ്ങിയുണ്ട്. നേരത്തെ ഒന്ന് ഉഷാറായിട്ട് നിന്ന ഫ്യൂച്ചർ ചാർട്ടിനൊരു ബലക്കുറവ് പോലെ വന്നിട്ടുണ്ട്. അപ്പം ചെറിയ പ്രതീക്ഷ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പ്രതീക്ഷ വെക്കാനേ നമുക്ക് പറ്റുള്ളൂ. നമ്മുടെ എന്താ പറയുക, പിന്നെ എൻട്രി ഏകദേശം 11:31 വന്നത്. ഞാൻ എൻട്രി വേറെ പ്രശ്നമുണ്ട്. നമുക്ക് 84 കിട്ടിയത്. അതിൻ്റെ SL അടിച്ചത് 81. അത് ആ സമയം കുറച്ചും കൂടി താഴേക്ക് കിട്ടിയില്ല. അവിടെ ഒരു പ്രശ്നം പറ്റി. കുറച്ചും കൂടി താഴേക്ക് കിട്ടീനെ അത്. പക്ഷെ ആ ഒരു വലിയ റെഡ് ക്യാൻഡിൽ വന്നിട്ട് ഇങ്ങനെ ഞാൻ ആ ഒരു നോർമലി നമ്മൾ എൻട്രി സ്റ്റൈലല്ല അത്. ഒരു പ്രതീക്ഷ ഉണ്ട് എന്നുള്ളൊരു വ്യൂവിൽ മാർക്കറ്റ് ഇനി താഴേക്ക് വരും എന്നുള്ളൊരു മൊമെൻ്റൊക്കെ കുറഞ്ഞുണ്ടപ്പോൾ ഞാൻ എടുത്തെന്നുള്ളൂ. പക്ഷെ എടുത്ത സമയത്ത് ഒന്നും കൂടി വെയിറ്റ് ചെയ്ത് പ്രീമിയം കുറച്ചും കൂടി താഴെ വരാൻ വെയിറ്റ് ചെയ്താൽ ചില സമയത്ത് എൻട്രി കിട്ടാതെ ഭയങ്കര സ്പോക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് മിസ്സാവും എന്നുള്ളതിൽ എടുത്തെന്നുള്ളൂ. ഏതായാലും മിക്കവാറും ഇപ്പോൾ പോകും. കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ പരിപാടി നമുക്ക് നിർത്താം സുഹൃത്തുക്കളെ. നമ്മൾ പ്രതീക്ഷിച്ചു താഴേക്ക് മാർക്കറ്റ് വരുന്നു, പക്ഷെ മാർക്കറ്റ് വന്നില്ല. എന്ത് ചെയ്യാനാ, ഇനി നാളെ നോക്കാം. അത്രേ ഉള്ളൂ. നമ്മളെ അവസരങ്ങളൊക്കെ നമ്മൾ കളഞ്ഞതിനെ കൊണ്ട് ഇനി നമുക്ക് അവസരമില്ല. ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് അവിടെ തന്നെ നിൽക്കുക, പോരൂലേ താഴത്തേക്ക്. എന്തെങ്കിലും ആട്ടെ, ഇനിയിപ്പോൾ ഇതിലത്തെ വല്ല ട്രേഡ് നോക്കാം. BTC ഏതായാലും നോക്കാം. എന്തായാലും ഒരു ഇതിലും 5 മിനിറ്റ്സ് 50 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയയിലേക്കൊക്കെ വരുന്നുണ്ട്. ടാപ്പ് ചെയ്യുമ്പോൾ മുകളിലേക്ക് നോക്കാം. എല്ലാ മാർക്കറ്റും ഉണ്ടല്ലോ. എല്ലാ മാർക്കറ്റിലും 1-2 അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കും. അത് നമുക്ക് ടാർഗറ്റ് അടിച്ച ടാർഗറ്റ് SL അടിച്ച് അത്രേ ഉള്ളൂ. നമ്മളെ വ്യൂ എല്ലാ ദിവസവും കറക്റ്റ് ആവണമെന്നില്ല. ഇനിയിപ്പോൾ വ്യൂ കറക്റ്റായ ദിവസം നമുക്ക് ടാർഗറ്റ് കിട്ടണമെന്നില്ല. അങ്ങനെ പലതും മാർക്കറ്റിൽ വരാം. എല്ലാം അക്സെപ്റ്റ് ചെയ്യുക. നഷ്ടം വരുന്ന സമയത്ത് അത് അംഗീകരിക്കുക, പായി മടക്കി വെക്കുക. പിന്നെ നാളെ തുറന്നാൽ മതി കേട്ടോ. എനിവേ, താങ്ക് യു, ബൈ.